ഓക്കെ. അപ്പൊ അലാമാത്തുൽ ഇസ്മാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലിഫ്ലാം വരുന്ന പദങ്ങളെല്ലാം ഇസ്മുകളാണ്. തൻവീൻ വരുന്ന പദങ്ങൾ ഇസ്മുകളാണ്. ജെറ് സ്വീകരിക്കുന്ന പദങ്ങളൊക്കെ ഇസ്മുകളാണ്. പിന്നെ ത രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ത മഫ്തൂഹയാണ്, ത മർബൂത്ത. ഒരു പദത്തിന്റെ അവസാനത്തിൽ ഈ ത വരുന്ന പദങ്ങളെല്ലാം ഇസ്മുകളാണ്. പിന്നീട് യാ എന്ന പദത്തിന് ശേഷം വരുന്ന പദം യാ അയ്യുഹ, യാ മുഹമ്മദ്, യാ സലാഹുദ്ദീൻ, യാക്ക് ശേഷം ഇസ്മേ വരൂ. ഇതാണ് ഇസ്മുകൾ തിരിച്ചറിയാനുള്ള ഈ അടയാളങ്ങൾ. ഇപ്പൊ ഉദാഹരണം അൽ കിതാബ്, അൽ ഖലം. തൻവീൻ വരുന്ന പദത്തിന് ഉദാഹരണമാണ് മസ്ജിദുൻ, ബൈത്തുൻ. ജെറ് വരുന്ന പദമാണ് മാലിക്കി യൗമി അദ്ദീനി. ഇവിടെ മാലിക്കി എന്നത് ജെറ് സ്വീകരിച്ച പദമാണ്. യൗമി എന്നുള്ളത് ജെറ് സ്വീകരിച്ച പദമാണ്. അദ്ദീൻ ഇതിൽ അലിഫ്ലാമും വന്നിട്ടുണ്ട്, അവസാനം ജെറുമാണ്. അതുപോലെ താ ചേർന്ന പദം ഖദീജ, ആയിഷ, ഫാത്തിമ, ത്വാലിബത്ത്. യാ എന്നതിന് ശേഷം വരുന്നത് അത് യാ അബ്ദുറഹ്മാൻ, യാ സലാഹദ്ദീൻ. അപ്പൊ അബ്ദ എന്നുള്ളത്, സലാഹ എന്നുള്ളത്, ഇതെല്ലാം ഇസ്മുകളാണ്. അപ്പൊ ഇസ്മു തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണിത്. നിങ്ങളുടെ സ്ക്രീനിൽ നേരത്തെ പറഞ്ഞ കുറച്ച് പദങ്ങൾ കാണുന്നുണ്ട് അല്ലെ? അതില് ഇൻസാനിനെ കുറിക്കുന്ന പദങ്ങളുണ്ട്, ഹയവാനിനെ കുറിക്കുന്ന പദങ്ങളുണ്ട്, നബാത്തിനെ കുറിക്കുന്ന പദങ്ങളുണ്ട്, ജമാദിനെ കുറിക്കുന്ന പദങ്ങളുണ്ട്, അതല്ലാത്ത പദങ്ങളുണ്ട്. ഇൻസാനിനെ കുറിക്കുന്ന പദങ്ങൾ ഒരാൾ പറഞ്ഞ് അല്ല. ഉമ്മുൻ, ഉഖ്തുൻ, ഉമ്മുൻ, ഉഖ്തുൻ, പിന്നെ ആയിഷ, ആയിഷ, അബുൻ, ഇബ്ൻ, ഇബ്നുൻ, 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 അഖുൻ, അഖുൻ, മുഹമ്മദ്. മുഹമ്മദുൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ച് പദങ്ങൾ അതിൽ പറഞ്ഞു. ഹയവാനിനെ കുറിക്കുന്ന പദങ്ങൾ ഒന്ന് പറഞ്ഞു നോക്ക്. ബഖറത്തുൻ, സമക്കുൻ, സമക്കുൻ, ബത്തത്തുൻ, ഹിസ്വാന്, ഹിസാനുൻ, ദജാജത്തുൻ, ദജാജത്തുൻ, അർനബുൻ. അർണബുൻ. അപ്പൊ ഏറെക്കുറെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബത്തത്തുൻ പറഞ്ഞില്ലെന്നാണ്. പറഞ്ഞ ആരെങ്കിലും? പറഞ്ഞു. നബാത്ത് പറ. നബാത്തിനെ കുറിക്കുന്ന പദങ്ങൾ ബസ്വല്, ആ അദസ്, ദസ്, അദസ്, പിന്നെ ഖിസ്സാം, ഖിസ്സാൻ, പിന്നെ ഫൂമുൻ, പൂമ്, തമാത്തമുൻ, തമാത്തിം, തമാത്തിമ, ബാമിയ. ബാമിയ. ശരി. ജമാദ് നിർജീവ വസ്തുക്കളെ കുറിക്കുന്ന പദങ്ങൾ. ആ കുർസി, ഓക്കെ. കുർസി, ഹിസാബുൻ, കലമുൻ, ഓക്കെ. മിസ്ബാഹുൻ, മിസ്ബാഹ്. ഏറെക്കുറെ എല്ലാ പദവും പറഞ്ഞു. ഇനി അതല്ലാത്ത പദങ്ങൾ, ഈ പറഞ്ഞ വാക്കുകളല്ലാതെ വന്ന പദങ്ങളൊന്ന് പറ. ഫത്ഹുൻ, നസ്റുൻ, ആ ജുലൂസുൻ, ഷുർബുൻ, ഷുർബുൻ, ലഅബുൻ, ലഅബുൻ, അക്കലുൻ, അക്ലുൻ.
അക്കുലുൻ ഷുർബുൻ നസ്റുൻ ലഅബുൻ ഫത്ഹുൻ ജുലൂസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വരുന്നതെല്ലാം ഇസ്മുകളാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇസ്മുകളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറഞ്ഞു. ഇതില് അലിഫ്ലാം വന്ന പദങ്ങളൊക്കെ ഒരാൾ പറ. الرحمن അർ-റഹ്മാൻ, الدين الكتاب ദീൻ, الكتاب കിതാബ്, القلم الرحيم الرحمن الرحيم القلم ഓക്കെ, الدين റഹ്മാൻ, ദീൻ, അൽ കിതാബ്. അപ്പൊ അലിഫ്ലാം വരുന്ന പദങ്ങളെല്ലാം എന്തായിരിക്കും? ഇസ്മുകളായിരിക്കും. ഇനി തൻവീൻ വരുന്ന പദങ്ങൾ, തൻവീൻ വന്ന പദങ്ങളൊക്കെ ഒന്ന് എടുത്ത് പറയില്ലേ? بيت راكبا مسجد ആ, دجاجة بيقرة نسر دجاجة طالبة دجاجة مسجد بيت بقرة കറത്തുൻ, مسجد റാക്കിബൻ മസ്ജിദ്. എന്നുള്ളതും തൻവീനുള്ളത്. راكبا റാക്കിബൻ. راكبا ഇനി ജെറു വന്ന പദങ്ങള് مالك يوم الرحمن الدين الدين ആ, بسم الله الرحمن الرحيم لله الرحمن ബിസ്മി അല്ലാഹി الرحيم അർ-റഹ്മാനി അർ-റഹീം, അതൊക്കെ വരുന്നുണ്ട്. الرحمن الدين ഓക്കെ, الدين ഇനി يا صلاح الدين താ വന്നത് عائشة ആയിഷ, دراجة خديجة فاطمة خديجة ഖദീജ. فاطمة ഓക്കെ, بقرة ഇനി فاطمة യാക്ക് ശേഷം വന്നത് يا يا عبد الرحمن يا صلاح الدين يا അപ്പൊ راكب ഇസ്മുകളുള്ള പദം يا സലാഹ, راكبة يا راكبة റാക്കിബൻ, يا അബ്ദ, يا صلاح الدين ആ, യാ മുഹമ്മദു എന്ന് ഓർത്തേണ്ട അവിടെ. ചിലപ്പോ محمد തൻവീൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ വൈകാതെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഏറെക്കുറെ ഇസ്മുകളെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കായി. അടുത്ത ഒരു ഭാഗം നമ്മൾ പരിശോധിക്കുന്നത് ഫീലുകളെ കുറിച്ചാണ്. ഫീലുകള് 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ആ 3 രീതിയിലുള്ള പേരുകളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. മാലി, മുളാരി, അമ്ര. കത്തബ, യക്തുബു, ഉക്തുബ്. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ്. യക്തുബു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരും. അതിന് പ്രസന്റ് ടെൻസിന്റെ അർത്ഥം വരും എഴുതുന്നു, ഫ്യൂച്ചർ ടെൻസിന്റെ അർത്ഥം വരും എഴുതും. അത് നമ്മള് പ്രസന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ അർത്ഥം അതിന് വരും. അത് ഫ്യൂച്ചർ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും അതിനെ വായിക്കാം. ഉക്തുബ് എന്ന് പറഞ്ഞാൽ മുളാരിയായ ഫീലിൽ നിന്ന് രൂപം കൊള്ളുന്ന കൽപ്പനക്രിയൻ, നീ എഴുതുക. ഖുർആനിൽ ആദ്യം അവതരിച്ചത് അങ്ങനത്തെ ഒരു കൽപ്പനക്രിയൻ. ഏതാണത്? ഇഖ്റ. അതിന്റെ മാലിയായ ഫോം ഏതാണ്? يقرأ അതിന്റെ മുളാരി ഏതാണ്? يقرأ ഖറഅ, യഖ്റഉ, ഇഖ്റ. അപ്പൊ ഇനി നമുക്ക് ഏത് ക്രിയ കിട്ടിയാലും അതിന്റെ മാലിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന്റെ മുളാരി അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കാൻ കഴിയണം. അതിന്റെ അമ്ര അതിൽ നിന്ന് പറയാൻ കഴിയണം. ഇങ്ങനെ നമ്മള് ഇസ്മുകൾ തിരിച്ചറിയാനുള്ള ചില എന്താണ് വർത്തമാനങ്ങൾ പറഞ്ഞു. ഫീല് പഠനം അറബി ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ മാലിയായ ഫീലിനെ കുറിച്ച്, മുളാരിയായ ഫീലിനെ കുറിച്ച്, അതിൽ നിന്ന് രൂപം കൊള്ളുന്ന അമ്രിനെ കുറിച്ച് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സും തൊട്ടുടനെയുള്ള ക്ലാസ്സും മാലി, മുളാരി, അമ്രിനെ കുറിച്ചായിരിക്കും. മാലി, മുളാരി പഠിക്കും. അമ്ര രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നും നമ്മൾ അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു തീർക്കും. അപ്പൊ ഇതില് ഇന്ന് മാലിയായ ഫീല്, മുളാരിയായ ഫീല്, അമ്ര ഫീലിന്റെ ഒരു
ധാരണ മാത്രമാണ് വരുത്തുന്നത്. നസറ യൻസുറു ഉൻസുർ. നസറ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവൻ സഹായിച്ചു. സഹായിച്ചു. യൻസുറു എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു, സഹായിക്കും. സഹായിക്കുന്നു, സഹായിക്കും. രണ്ടർത്ഥം അതിന് കൊടുക്കുക. ഉൻസുർ എന്ന് പറഞ്ഞാൽ നീ സഹായിക്കുവിൻ, കൽപ്പനക്രിയ. ഇതില് കുറച്ച് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു പോയതാണ്. പ്രവൃത്തി നടക്കുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ മൂന്നായി തിരിച്ചു. ഭൂതകാല ക്രിയ അൽഫേൽ അൽമാലി പാസ്റ്റ് ടെൻസ്. 2 വർത്തമാന ഭാവികാല ക്രിയ അൽഫേൽ അൽ മുദാരി പ്രസന്റ് ഫ്യൂച്ചർ ടെൻസ്. യൻസുർ കൽപ്പനക്രിയ ഫേലുൽ അംർ ഇമ്പരേറ്റീവ് ഉൻസുർ. വർത്തമാന ഭാവികാല ക്രിയകളിൽ നിന്നാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വഴിയെ പഠിക്കും. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന് വായിക്കും ഒരാള്. كتب جلس كتب فتح أكل. ഇതൊക്കെ ഏത് ടെൻസിനെ കുറിക്കുന്നതാണ്? ഏത് ടൈപ്പ്? ഫെയില് മാലി. കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു, ലഅബ, അവൻ കളിച്ചു, ഫതഹ ഫതഹ, തുറന്നു, അക്കല. തിന്നു. അപ്പൊ ഭൂതകാല ക്രിയ മാലിയായ പദങ്ങളാണ് ഇതെല്ലാം. ഈ ക്രിയകളൊന്ന് വായിക്കും ഒരാള്. യഖ്റഉ, യസ്മഉ, യൻളുറു, യഖൂലു, യഫ്അലു. ഓക്കെ, ഇതില് രണ്ടർത്ഥങ്ങൾ വരും. യഖ്റഉ എന്ന് പറഞ്ഞാല് വായിച്ചു, വായിക്കും. വായിച്ചു എന്നല്ല, വായിച്ചു എന്ന് പറഞ്ഞാല് പാസ്റ്റ് ടൈപ്പ്. വായിക്കും. യസ്മഉ എന്ന് പറഞ്ഞാലാ കേൾക്കുന്നു, കേൾക്കും. യൻളുറു എന്ന് പറഞ്ഞാൽ നോക്കുന്നു, നോക്കും. യഖൂലു എന്ന് പറഞ്ഞാൽ പറയും. യഫ്അലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും. അപ്പൊ ഇതിന്റെ മാലിയായ ഫീലുകൾ എന്ന് പറഞ്ഞ ഖറഅ, സമിഅ, നളറ, ഖാല, ഫഅല. ഓക്കെ. ഖാല അല്ല, യഖ്റഉ എന്നുള്ളതിന്റെ ഖറഅ, സമിഅ, നളറ, ഖാല, ഫഅല. അതിന്റെ മുളാരിയാണ് യഖ്റഉ. അതിന്റെ അംർ എന്താണ്? യഖ്റഉന്റെ യസ്മഉന്റെ എന്താണ് അംർ? നളറ യൻളുറു, ഖാല യഖൂലു, യഫ്അലു. അപ്പൊ ഇനി ഓരോ ഫീലിന്റെയും അംറുകൾ എങ്ങനെയാണ് ഇഫ്അൽ എന്ന് വരുന്നത്, എങ്ങനെയാണ് ഉൻസുർ എന്ന് വരുന്നത്, എങ്ങനെയാണ് ഇലം അല്ലെങ്കിൽ ഇജ്ലിസ് എന്നൊക്കെ വരുന്നത്, ഹർക്കത്തുകളുടെ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കും. അതെ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അത് ഇതിൽ കുറെ പേര് ഇതൊട്ടും ക്ലാസ് കേൾക്കാത്തവരുണ്ടാവും. അപ്പൊ ഇവർക്ക് ഒട്ടും മനസ്സിലായി കാണൂല കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ സംഗതികള്. എന്നുവെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ കേട്ടതുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ ഒട്ടും മനസ്സിലാകാത്ത കുറെ പേരുണ്ടാവും കേട്ടാ. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫീലുകളുടെ വിശദമായ പഠനം അടുത്ത 2 ക്ലാസ്സിൽ ഇത് തന്നെ. ആ പാസ്റ്റ് ടെൻസ്, അതിന്റെ 14 ഫോമുകള്, അതിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് 14 ഫോമുകൾ ആവർത്തിച്ച് പറയും. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന സാധനം ഗൂഗിൾ ഫോം ആയിരിക്കും. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഗൂഗിൾ ഫോം ഇട്ട് തരും. മലയാളത്തിൽ കുറേ ക്രിയകൾ തരും. നിങ്ങൾ
അതിന്റെ ശരിയായതിനെ എന്ത് ചെയ്യണം? പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഫെയില് സർഫ് ചെല്ലിപ്പടിക്കുന്ന രീതി ഉണ്ട്. ആ പ്രായം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾക്ക് അതിന്റെ വർക്ക് തന്നുകൊണ്ട് നിങ്ങൾ പരിശീലിപ്പിക്കും. അപ്പൊ അതില് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമാകണം. നിങ്ങൾ ചിലർ പേഴ്സണലായിട്ടൊക്കെ വോയിസ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഗ്രൂപ്പിൽ ചോദിക്കുമ്പോൾ വളരെ പിന്നിലേക്കുന്നവർക്ക് അത് കുറെ കൂടി അറിയാൻ സഹായകമാകും. തീർച്ചയായിട്ടും. അപ്പൊ അത് ഈ പല ഗ്രേഡിലുള്ളവരുണ്ടാവും ഇതില്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഞാന് നിങ്ങളുടെ വായൊന്നും തുറപ്പിക്കൂല. ഞാനിപ്പോ രജിസ്റ്റർ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ റെക്കോർഡ് വെച്ചുകൊണ്ടാണ് പിന്നെ ക്ലാസ് മുന്നോട്ട് പോവാ. അപ്പൊ അവരുടെ പേരെടുത്തിട്ട് അവരെ കൊണ്ടാണ് പറയിപ്പിക്കുക. അപ്പൊ ഫീൽ ഉസ്താദേ, ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാ അക്ഷരങ്ങളുടെയും പുറകില് ബാക്കി അക്ഷരങ്ങൾ ചേർക്കുമോന്ന്. അംസയുടെ കൂടെ ഒന്നും ചേർക്കൂല്ലോ? ഹംസട ഇതില് ഈ ചേരുന്ന സ്ഥലമുണ്ട്. കാരണം യാന് മുകളിൽ എഴുതിയാല് അതിൽ ചേരും. യൗമ ഇതിന്നുള്ളത് ഹംസ 6 രീതിയിൽ എഴുതുവല്ല. അലിഫിന്റെ ഇതിലാണെങ്കിൽ ചേരൂല. പക്ഷെ അതിന്റെ ആൻസർ എന്താ? ചേരുന്നാണോ ചേരില്ല എന്നാണോ? അതിന്റെ മുന്നക്ഷരത്തോട് ചേരുന്നാണ് ആൻസർ. എല്ലാ അക്ഷരങ്ങളും മുന്നക്ഷരത്തോട് ചേർത്ത് എഴുതും. ആറെണ്ണമുള്ള ക്ലാസ് ഉണ്ടോ ഉസ്താദ്? ഓ, ഈ ഹംസയുടെ 6 രീതിയിലുള്ള ക്ലാസ് ഉണ്ടാ? അതാ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നോക്കുന്നു. വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന്റെ പാഠഭാഗം ഇട്ട് തന്നുണ്ട്. അതിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. അതിന്റെ വീഡിയോ ഉണ്ട്, പാഠഭാഗമുണ്ട്. അപ്പോ നമ്മള് ഒന്നുകൂടി ചുരുക്കിയാണ്. ഫെയിലുകള് 3 രീതിയിൽ അറിയപ്പെടുന്നു. ഒന്ന് ഫെയില് മാലി, മറ്റൊന്ന് ഫെയില് മുതാരി, മറ്റൊന്ന് ഫെയില് അംർ. ഭൂതകാലക്രിയ, വർത്തമാന ഭാവികാലക്രിയ, കൽപ്പനക്രിയ. ഫീല് തിരിച്ചറിയാനുള്ള കുറച്ച് അടയാളങ്ങളുണ്ട്. നമുക്ക് നോക്കാം. പറയുന്നത് ഫീലുകളുടെ മുന്നിലാണ് ഖദ് വരികയുള്ളൂ. ഖദ്. ഫീലുകളുടെ മുന്നിലാണ് സ എന്ന പദം വരാം. സയസ്ലാനാരൻ, സ എന്നുള്ളത്. ഫീലുകളുടെ മുന്നിലാണ് സൗഫ വരികയുള്ളൂ. പിന്നെ താനീസ് സാക്കിന, ഫഅലത്ത്, ത് എന്ന പദം ഉണ്ടല്ലോ, അത് ഫീലിന്റെ മുന്നിലേ വരുള്ളൂ. പിന്നീടുള്ള ലാസ്റ്റ് പറയുന്ന അടയാളങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോ ഖദ് വരുന്ന പദം ഖദ് സമി അല്ലാ. ഫീലുകൾക്ക് മുന്നിൽ സ വരുന്ന പദം, ഫീലുകൾക്ക് മുന്നിൽ സൗഫ വരും. അതുപോലെ താനീസ് സാക്കിന വരുന്നത്. അതിന്റെ ഉദാഹരണമാണ് അവിടെ കൊടുത്ത ഖദ്. അതിനുശേഷം വരുന്നത് സെമിയ, ഫെയിലാണ്. സയസ്ല, സ എന്നതിന് ശേഷം വരുന്നത് ഫെയിലാണ്. സൗഫ അതിന് ശേഷം വരുന്ന ഫെയിലാണ്. തബ്ബത്ത്, ഫഅലത്ത്, ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്. ഈ ത് ചേർന്ന് വരുന്ന, ബാത്ത വരുന്ന പദങ്ങളെല്ലാം ഫെയിലുകളായിരിക്കും. അപ്പൊ ഫെയില് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളാണ് അവിടെ കൊടുത്തത്. 5ാമത് പറഞ്ഞ അടയാളങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത ആഴ്ച ഫെയില് പഠിക്കുമ്പോൾ അവിടെ ചേർത്ത് വെച്ച് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആവില്ല. ഇതിന് ഇസ്മുകൾ ഒന്ന് വേർതിരിച്ച് പറ ഒരാള്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഫെയില് ഇസ്മുകൾ എടുത്തു പറഞ്ഞ ഒരാൾ. ആബിദുൻ, യദുൻ,
സാഖ് സാഖുൻ, പെൻസില് റിജുലുൻ, ലാസ്റ്റ് ലൈനിലുണ്ടല്ലോ അബ്ദുൻ അബ്ദുൻ പറഞ്ഞു. നസ്റുൻ നസ്റുൻ, ഖൽഖുൻ ഹായ് ഏതാണ് ഖൽഖുൻ വേറെ വർത്താനുണ്ട്. ഖൽഖുൻ ഉസ്താദേ. ഖൽഖുൻ, അതായത് തൻവീൻ വന്ന പദങ്ങളെല്ലാം ഇസ്മുകളാണ്. തൻവീൻ വന്നത്. അപ്പൊ ആ രീതിയിൽ പറ. ഇതില് ഫീലുകളൊന്നും എടുത്തു പറഞ്ഞ ഒരാള് ഫെയില് അബദത്ത്. ആ വരുന്ന പദങ്ങളെല്ലാം ഫെയിലുകളായിരിക്കും. അബദത്ത്. പിന്നെ അന്നംത അൻഅംത, ഉസ്തഗ്ഫിരി ഇസ്തഗ്ഫിരി, റഅയ്ത റഅയ്ത, അബത്തും അബത്തും. ഓക്കെ. അപ്പൊ അൻഅംത, നമ്മളുടെ ഈ പഠനം നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, ഇനി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഹദീസുകൾ വായിക്കുമ്പോൾ, അറബി പ്രയോഗമുള്ള ഏത് പേജ് വായിക്കുമ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് അതിലെ ഇസ്മുകൾ, ഫീലുകൾ, ഹർഫുകൾ വേർതിരിച്ച് വായിക്കാൻ ശ്രമിക്കാം. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തന്നു. ഫീലുകൾ 2 ആഴ്ച കൂടി നമ്മൾ ടൈം എടുത്ത് പഠിക്കും. അങ്ങനെ ഇസ്മു, ഫീല്, ഹർഫുകൾ വേർതിരിച്ച് പഠിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതിലൂടെ നമുക്ക് ഭാഷയുടെ വലിയ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇത്രയുമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹർഫിനെ കുറിച്ച്, അത് വാട്സപ്പിലാണ് ഞാനിടുക, അതിൻ്റെ ക്ലാസ് ഭാഗം ഇടും, വീഡിയോ ഇടും, എന്നിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കുകയാണ്. ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിയാണ്, ഒന്ന് പരിചയപ്പെടാനും കൂടിയാണ്.